നിങ്ങൾ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 കുംഭമാസം 11-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 23-ാം തീയതി തിങ്കളാഴ്ച. നാളെ തിങ്കളാഴ്ചത്തെ സൂര്യോദയം 6:47, അസ്തമയം 6:30 തൃശ്ശൂരിൽ. നാളത്തെ തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയം രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്തും ഗുളികകാലത്തുമൊക്കെ അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി കാലത്ത് 9:05 വരെ ഷഷ്ഠി തിഥിയാണ്. സുബ്രഹ്മണ്യന് വളരെയധികം പ്രാധാന്യമുള്ള തിഥിയാണ് ഷഷ്ഠി. പക്ഷേ യഥാർത്ഥത്തിൽ നാളെ 5 നാഴിക 45 വിനാഴിക മാത്രമേ ഉള്ളൂ. അതിനാൽ ഷഷ്ഠി ആചരിക്കേണ്ടത് തലേനാളായിരുന്നു. ഞാൻ സവിസ്തരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എങ്കിലും നിങ്ങൾക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകാം, സുബ്രഹ്മണ്യന് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ചെയ്യുക, ഭജത് ഭുവേ നമഃ എന്ന് പ്രാർത്ഥിക്കുക. നാളത്തെ നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. നാളത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു. ഭരണിയുടെ ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാൻ പറ്റുന്ന നക്ഷത്രമാണോ? അല്ല. വിതക്കിൽ വിളയാഭൂമോ, വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാണ്. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണെന്ന് പ്രിയമുള്ള പ്രേക്ഷകർ അറിയുക. അതിനാൽ ശുഭകാര്യങ്ങൾക്കൊന്നും ഈ നക്ഷത്രം നാം സ്വീകരിക്കില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്ക് അനുഷ്ഠിക്കണമെങ്കിൽ 11:45-നും 12:30-ക്കുമുള്ള ഇടയിലുള്ള സമയം സ്വീകരിക്കാവുന്നതാണ്. നാളെ നിർബന്ധമായും ദേവിയുടെ ദിനമാണ്, തിങ്കളാഴ്ചയാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഭദ്രകാളിയുടെ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഞാൻ പലപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവേദിച്ചിട്ടുണ്ട്. ഭദ്രകാളിയുടെ മന്ത്രം ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയൈ നമഃ. ഇതാകുന്നു ഭദ്രകാളി മന്ത്രം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.